ഹായ് ഹലോ വെൽക്കം ടു ഓൾ ടു ദ സക്സസ് അക്കാദമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സ്റ്റാർട്ട് ബാങ്ക് എക്സാം പ്രിപ്പറേഷൻ. ഒരു ബാങ്ക് എക്സാം പ്രിപ്പറേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള ബേസിക് ഐഡിയ ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് തന്നെ പോവാം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ ഒരു ബാങ്ക് എക്സാം ക്രാക്ക് ചെയ്യുന്ന ഒരു ബിഗിനർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേരത്തെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അതൊരു ബാങ്കിൻ്റെ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സിലബസ്. അതെ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ സിലബസ് മനസ്സിലാക്കാണ്ട് ഒരിക്കലും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം സിലബസിനെ കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരാറുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഐഡിയ നമുക്ക് സിലബസിൽ നിന്ന് കിട്ടും. അടുത്തത് എക്സാം പാറ്റേൺ. സിലബസിൽ നിന്ന് അക്വയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏതെല്ലാം തരത്തിൽ എത്രയൊക്കെ ടൈമിൽ എങ്ങനെയൊക്കെയാണ് ചോദിക്കുക എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എക്സാം പാറ്റേണിനെ കുറിച്ച് ഒരു നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. അടുത്തത് ലെവൽ ഓഫ് എക്സാമിനേഷൻ. എക്സാമിനേഷൻ്റെ ലെവൽ നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ആ സിലബസിൽ ഓരോ സബ്ജക്റ്റും ഏതൊക്കെ ലെവലിൽ, ഈസി ലെവലിലാണോ, മോഡറേറ്റ് ലെവലിലാണോ, ഡിഫിക്കൽട്ടി ലെവലിലാണോ, ഏത് ലെവൽ ഓഫ് എക്സാമിനേഷനാണ് കണ്ടക്ട് ചെയ്യുക എന്നതിനെക്കുറിച്ച് ബേസിക് ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അത് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ എക്സാം ചെയ്യുന്നതിന് 5 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാകും ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഏത് ലെവലിലാണ് ചോദിച്ചിരിക്കുന്നത്, ഇനി അടുത്ത വർഷം ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി സോഴ്സ്. ഈ കിട്ടിയ സിലബസിലുള്ള സബ്ജക്റ്റുകൾ എവിടെ നിന്ന് നമ്മൾ പഠിക്കും, എങ്ങനെ പഠിക്കും, എവിടെ നിന്ന് പഠിക്കും, അതൊക്കെയാണ് സോഴ്സിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. ഇനി എല്ലാ സോഴ്സും പഠിച്ചു, നമുക്ക് എല്ലാ സബ്ജക്റ്റ് നോളേജും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യാനുള്ളത് മോക്സ് ആണ്. മോക്സ് നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും, സബ്ജക്റ്റ് നോളേജ് കൂട്ടും, അക്യുറസി കൂട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, മാക്സിമം മോക്കുകൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് വന്നിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി സബ്ജക്റ്റുകളെ കുറിച്ച് നോക്കാം. ഓക്കെ, റീസണിങ് എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഈസിയസ്റ്റ് സബ്ജക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, റീസണിങ്ങിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ വരും? സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, പസിൽസ്, ഇൻഇക്വാലിറ്റി, സിലോജിസം, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഡാറ്റ സഫിഷ്യൻസി, ബ്ലഡ് റിലേഷൻ, ഓർഡർ ആൻഡ് റാങ്കിങ്, ആൽഫ ന്യൂമറിക് സീരീസ്, ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് റീസണിങ് സബ്ജക്റ്റിൽ ബാങ്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. ഇനി അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അതെ, മാത്സിനകത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരിക? നമ്പർ സീരീസ്, ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ, സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഡാറ്റ സഫിഷ്യൻസി, മെൻസുറേഷൻ, ഏജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആൻഡ് ഏജ്. ദെൻ work time and energy, time and distance, probability permutation and combination, simple and compound interest, percentage, bot and stream, mixture and delegation. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിച്ചു വരുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ചോദിക്കാറുള്ള ടോപ്പിക്സുകൾ. ഇനി അടുത്തത് ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. റീഡിംഗ് കോംപ്രഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, സ്പോട്ടിംഗ് എറർ, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, സെൻറ്റൻസ് കറക്ഷൻ, പാരാ ജംബിൾസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പാരാ ഓർ സെൻറ്റൻസ് കംപ്ലീഷൻ. ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ മോസ്റ്റ്ലി ചോദിച്ചു വരാറുള്ളത്. നമ്മൾ പ്രിലിമിനറി ലെവലിൽ വരികയാണെന്നുണ്ടെങ്കിൽ QA റീസണിങ് ഇംഗ്ലീഷ് മോസ്റ്റ്ലി ചോദിക്കാറുള്ളത്. QA റീസണിങ് ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റ് ആയിരിക്കും പ്രിലിമിനറി ലെവലിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി മെയിൻ ലെവലിൽ ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്സും കമ്പ്യൂട്ടറും കൂടെ എക്സ്ട്രാ വരും. ഇനി ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്സിൽ എന്തൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കണം? കറണ്ട് അഫയേഴ്സ്. അതെ, നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ എക്സാം തുടങ്ങുന്നതിൻ്റെ 4 to 5 months, എക്സാമിന് തൊട്ട് മുന്നുള്ള 3 to 5 മാസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. കറണ്ട് അഫയേഴ്സ്, ബാങ്കിങ് അവയർനെസ്,
അതേപോലെ തന്നെ 4 to 5 മാസത്തെ ബാങ്കിങ് അവയർനെസ്. ഇനി നാഷണൽ ന്യൂസിൽ MOU, സമ്മിറ്റ്, മേജർ ഈവൻറ്റ്സ് റിലേറ്റഡ് ടു ഇന്ത്യ. പിന്നെ ഇൻ്റർനാഷണൽ ആണെങ്കിൽ ഇൻ്റർനാഷണൽ സമ്മിറ്റ്, കോൺഫറൻസ് ഹെൽഡ് അബ്രോഡ്. ഇനി ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് ന്യൂസ് നോക്കണം. ഫിനാൻഷ്യൽ അവയർനെസ്, RBI, SBI നോട്ടിഫിക്കേഷൻ ആൻഡ് റെഗുലേഷൻസ് നോക്കാം. ഇനി ഡിഫൻസിന് പറയുമ്പോൾ മിലിറ്ററി എക്സസൈസ്, ഡ്രിൽസ്, മേജർ അപ്ഡേറ്റ്സ് റിലേറ്റഡ് ടു ഡിഫൻസ് സെക്ടർ ഓഫ് ഇന്ത്യ. ഇനി ഡേയ്സ് ഇൻ ന്യൂസ്, മേജർ ഈവൻറ്റ്സ് ഓർ ഡേയ്സ് അലോങ് വിത്ത് ഇറ്റ്സ് ഡേറ്റ് ആൻഡ് തീം. ഇനി പേഴ്സൺസ് ഇൻ ന്യൂസ് പറയുകയാണെങ്കിൽ ഒബിച്വറീസ് വരും, അപ്പോയിൻമെൻറ്റ്സ് വരും, പിന്നെ റിട്ടയർമെൻറ്റ്സും വരും. ഇനി സ്പോർട്സ് ന്യൂസിൽ മേജർ ടൂർണമെൻറ്റും അവരുടെ വിന്നേഴ്സിനെ കുറിച്ചും പഠിക്കണം. ഇനി സയൻസ്, ടെക്നോളജി ആൻഡ് സ്പേസ്, അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്, എൻവയോൺമെൻറ്റ്. ഇനി ബാങ്കിങ്, എക്കണോമി അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകൾ. പിന്നെ റിപ്പോർട്ട് ആൻഡ് ഗവൺമെൻറ് സ്കീംസ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്. ഇനി സ്റ്റാറ്റിക് ജിക്കിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റേഴ്സ്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, നാഷണൽ പാർക്സ് ആൻഡ് സാങ്ച്വറീസ്, ഓർഗനൈസേഷൻസ്, ഹെഡ് ക്വാർട്ടേഴ്സ്, ബാങ്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് ടാഗ് ലൈൻ. പിന്നെ പവർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ ഡാൻസ് ഫോംസ്, കൺട്രീസ്, ക്യാപിറ്റൽ, അതിൻ്റെ കറൻസീസ്. സ്ട്രാറ്റജിക്ക് മോസ്റ്റ്ലി കവർ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ 4 to 5 മാസത്തെ കറണ്ട് അഫെയർസ് പഠിക്കുമ്പോൾ അതിൽ വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ന്യൂസുകളായിരിക്കും മോസ്റ്റ്ലി ചോദിക്കാറുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അവെയർ നന്നായിട്ട് ഉണ്ടായിരിക്കുക. ഇനി അടുത്ത ടോപ്പിക് ഏതാ? കമ്പ്യൂട്ടർ നോളേജ്. കമ്പ്യൂട്ടർ നോളേജിൽ ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ, ഫ്യൂച്ചർ ഓഫ് കമ്പ്യൂട്ടർ. ഇനി ബേസിക് നോളേജ് ഓഫ് ഇൻ്റർനെറ്റ്, നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ ഷോർട്ട്കട്ട് കീസ്, MS ഓഫീസ്. ദെൻ ഡാറ്റാബേസ്, സെക്യൂരിറ്റി ടൂൾസ്, വൈറസ്, ഹാക്കിംഗ്, ട്രോജൻസ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്, കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ഇതൊക്കെയായിരിക്കും കമ്പ്യൂട്ടർ നോളേജിൽ ചോദിക്കുക. മെയിൻസ് ലെവലിൽ ചോദിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ചില സബ്ജക്റ്റുകൾ ചില ഇതിൽ വന്നിട്ട് ചില മെയിൻസ് ടോപ്പിക്കുകളിൽ കറക്റ്റായിട്ട് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റായിട്ട് ഉണ്ടാവും. ചിലതിൽ വന്നിട്ട് റീസണിങ് കൂടെ മിക്സ് ചെയ്തിട്ട് വരും. അതിനെക്കുറിച്ച് നന്നായി അറിഞ്ഞതിന് ശേഷം പഠിക്കാൻ തുടങ്ങുക. ഓക്കെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സിലബസിനെ കുറിച്ച് പറയാൻ. ഇനി ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.